നല്ലൊരു അപ്പാണിത്. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഇത് കുഴിയപ്പം എന്നാണ് ഇതിന് പറയൽ. പണിയാരെന്നും പറയുന്നുണ്ട്, കുഴിപ്പണിയാരെന്നും പറഞ്ഞ് കേട്ടിന്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. കുറച്ച് ചീനച്ചട്ടി വെച്ച് അതിലേക്ക് കടുകിട്ട്, ഉഴുന്ന്, ഇഞ്ചി നുറുക്കിയത്, കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞത്, പച്ചമുളക് അരിഞ്ഞത്, ഇത്ര ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. മൂപ്പിച്ചതിന് ശേഷം നമ്മൾ ദോശമാവ് അല്ലെങ്കിൽ ഇഡ്ഡലി മാവ്, ആ മാവിലേക്കാണിത് ഒഴിച്ചു കൊടുക്കേണ്ടത്. നല്ല മൂത്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക. 2 കരിവേപ്പിൻ്റെ ഇലയും മുറിച്ചിടാം. അങ്ങനെ അത് വറുത്ത് ഇതിലേക്ക് ഇട്ടതിന് ശേഷം മാവിലേക്ക് ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നാക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ഉപ്പിട്ട ദോശമാവാണ്, ഇഡ്ഡലി മാവ് രണ്ടിനും പറ്റും, അങ്ങനത്തെ മാവാണിത്. ഇനി ഇത് ഒരു കുഴിയപ്പച്ചട്ടിയാണ് വെച്ചിട്ടുള്ളത്. ആ കുഴിയിൽ കുറേശ്ശെ എണ്ണയാണ് ഞാൻ ഇറ്റിച്ച് കൊടുക്കുന്നത്. കുഴീൻ്റെ അടിയിൽ കുറേശ്ശെ എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം മാവ് നല്ലപോലെ ഇളക്കിയിട്ട് ആ മാവ് ഈ കുഴിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നിറയെ ഒഴിക്കേണ്ട, ഒരു 1/4 ഭാഗം ഒഴിച്ചാൽ മതി. 1/4 ഭാഗം ഒഴിച്ചാൽ തന്നെ അത് നിറഞ്ഞു വരും. അങ്ങനെ എല്ലാ കുഴിയിലും ഒഴിച്ച് വെച്ചതിന് ശേഷം മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക. അധിക സമയമൊന്നും വേണ്ട വേവാൻ, ഇടയ്ക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കും വേണം. പ്ലേറ്റ് വെച്ച് മൂടി വെക്കുകയാണ്. മൂടി വെച്ച് വേവിച്ചെടുക്കുക. കുറച്ച് കഴിഞ്ഞ് വിടുമ്പോൾ തുറന്ന് നോക്കിയിട്ട് അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം, തിരിച്ചിടണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ, ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തണേ, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതെ ചെയ്യണേ. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ പാലക്കാട്ടായിരുന്നു. അവിടെ എൻ്റെ അമ്മ എനിക്കിത് ചെറുതാകുമ്പോൾ ഉണ്ടാക്കി തരലുണ്ട്. അന്ന് ഇതിന് കുഴിയപ്പം എന്നാണ് പറയൽ. പണിയാരെന്നും പറഞ്ഞ് കേട്ടിന്, കുഴിപ്പണിയാരം. പക്ഷെ മധുരം ഇല്ലാത്തതാണിത്, ഉപ്പാണ്. ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ ഉപ്പെല്ലാം നമ്മൾ ചേർക്കുക. ആ മാവ് കൊണ്ടുള്ള അപ്പാണിത്. 4 മണിക്കൊക്കെ കുട്ടികൾക്ക് ചായയിലേക്കൊക്കെ കൊടുക്കാൻ നല്ല ടേസ്റ്റുള്ളൊരു അപ്പാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. ഇഡ്ഡലി മാവോ ദോശമാവോ അരച്ച് വെച്ചതൊക്കെ ഉണ്ടെങ്കിൽ, രാവിലത്തെ ബാക്കി മാവ് ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുത്താൽ 4 മണിക്ക് ചായക്ക് കൂട്ടാൻ നല്ല ടേസ്റ്റുള്ളൊരു പലഹാരമാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല സോഫ്റ്റായൊരു അപ്പമാണ്. ഉള്ളിൽ നല്ല സ്പോഞ്ച് പോലെയാണുള്ളത്. ഉണ്ടല്ലേ, നല്ല സ്പോഞ്ചായിട്ട് നിൽക്കണം ഉൾഭാഗം. നല്ലൊരു അപ്പമാണ്, കഴിച്ച് നോക്കണം, നല്ല ടേസ്റ്റുമാണ്. ഉഴുന്ന് ടേസ്റ്റുള്ളവർക്കാണ് ഈ അപ്പമൊക്കെ ഇഷ്ടമുണ്ടാവുള്ളൂ. കഴിച്ച് നോക്കണം, നല്ലൊരു അപ്പമാണിത്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം.